വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയക്കുവാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ, കർത്താവിന്റെ മേലുള്ള അനോയിന്റിങ്ങിനെ കുറിച്ച് കർത്താവ് തന്നെ എക്സ്പ്രസ് ചെയ്യുന്നത് മുഴുവൻ പ്രസംഗിക്കാനെന്നാ. ദ വേർഡ് ഓഫ് ഗോഡ്. എന്നെ കേൾക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, സഭ, ആ സഭയുടെ അകത്തും പുറത്തുമുള്ള ശുശ്രൂഷയുടെ, അകത്തും അതാ പുറത്തും അതാണ്, അകത്തും പ്രസംഗിക്കുക പുറത്തും പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ റോമാലേഖനത്തിൽ അതിന്റെ 10-ാമത്തെ അധ്യായത്തില്, റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോവുകയില്ല എന്ന് തിരുവെഴുത്തിൽ അരുളി ചെയ്യുന്നുവല്ലോ. യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ. അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാവുന്നു. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടും എന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം എന്നെഴുതിയിരിക്കുന്നുവല്ലോ. മതി, ഇവിടെ നോക്കുക. കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അതൊരു ഫാക്റ്റാണ്, ഒരു ഫാക്റ്റാണ്. ആര് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചാൽ അവരെന്ത് ചെയ്യും? രക്ഷിക്കപ്പെടും. യേശുവിനെ കർത്താവെന്ന് സ്വീകരിക്കുന്ന ആളുകൾ രക്ഷിക്കപ്പെടും എന്നുള്ളത് ഒരു വസ്തുതയാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. പക്ഷേ അവൻ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ ആദ്യം അവൻ വിശ്വസിക്കണം. വിശ്വാസമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിളിച്ചപേക്ഷിക്കാൻ പറ്റില്ല. നമ്മളിപ്പോ എല്ലാവരും വിളിച്ചപേക്ഷിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ വർത്തമാനം വാഗൊണ്ട് പറയുന്നല്ലോ. ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഫെയ്ത്ത്. വിശ്വാസം ഉണ്ടാകണം. ഒരാൾ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് അവൻ പറയുന്നത്, യേശുവേ നീ എന്റെ കർത്താവ്, നീ എന്നെ ഭരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ കരങ്ങളിൽ, യേശുവിന്റെ കരങ്ങളിൽ അവനെ ഫലമേൽപ്പിക്കണമെങ്കിൽ അവൻ ആദ്യം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പക്ഷേ അവിടെ പറയുന്നത്, അവർ വിശ്വസിക്കാത്തവൻ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ഈ പറയുന്ന കാര്യം അവർ കേട്ടിട്ടില്ലെങ്കിൽ, അതായത് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്നുള്ള ആ സുവിശേഷം അവർ കേട്ടിട്ടില്ലെങ്കിൽ അവരെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അവർ കേട്ടിട്ടില്ലാത്തവൻ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? പ്രസംഗിക്കണം. പ്രസംഗം ഒരു അനിവാര്യതയാവുകയാണ്. എവിടെ പ്രസംഗിക്കണം? സഭയ്ക്കുള്ളിൽ പ്രസംഗിക്കുന്നത് മാത്രമല്ല, ജാതികളുടെ ഇടയിലും അവൻ പ്രസംഗിക്കണം. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അപ്പൊ അത് ചർച്ചിന്റെ ഉത്തരവാദിത്തമായി വരികയാണ്. അയക്കുക എന്ന് പറയുന്നത്, അയക്കുകയും കൂടെ വേണം. ചർച്ചിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് സുവിശേഷീകരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. സഭയുടെ അജണ്ട എന്ന് പറയുന്നത് സുവിശേഷീകരണമാണ്. വിളിച്ചപേക്ഷിക്കാതെ ഒരാൾ കർത്താവിനെ നാം വിളിച്ചപേക്ഷിക്കാൻ രക്ഷിക്കപ്പെടും. പക്ഷെ വിളിച്ചപേക്ഷിക്കണമെങ്കിൽ അവൻ വിശ്വസിക്കണം. വിശ്വസിക്കണമെങ്കിൽ അവൻ കേൾക്കണം. കേൾക്കണമെങ്കിൽ ആരെങ്കിലും പ്രസംഗിക്കണം. പ്രസംഗിക്കണമെങ്കിൽ ആരെങ്കിലും പോകണം. പോകണമെങ്കിൽ ആരെങ്കിലും അയക്കണം. ആ അയക്കുക എന്നുള്ള ശുശ്രൂഷ ആരുടെ വകയാണ്? സഭയുടെ ചുമതലയാണ്. സഭയുടെ പ്രോജക്റ്റാണ്, സഭയുടെ അജണ്ടയാണ് സുവിശേഷീകരണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ആ സഭയ്ക്ക് 100 അജണ്ട വേറെയുണ്ട്, പക്ഷെ സുവിശേഷീകരണം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ബാക്കി ഒത്തിരി കാര്യങ്ങളുണ്ട്. സഭയ്ക്ക് കൂട്ടായ്മ വേണം, സഭയ്ക്ക് വർഷിപ്പ് വേണം, സഭയ്ക്ക് എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ മെയിൻ അജണ്ട എന്താണ്? സുവിശേഷീകരണമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മളെ ഇവിടെ എംപവർ ചെയ്യാൻ വേണ്ടി. നമ്മളെ ആരാധിക്കുന്നതൊക്കെ എന്തിനാണെന്നറിയാമോ? മറ്റൊന്നിനൊന്നുമല്ല. നമ്മുടെ ആരാധനയും നമ്മുടെ കൂട്ടായ്മയും എല്ലാം സുവിശേഷീകരണത്തിന് വേണ്ടി പോകാൻ നമ്മളെ ഒരുക്കുന്നതിനുള്ള ഒരു പ്രിപ്പറേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്കുള്ളിൽ നടക്കുന്നത്. സഭയ്ക്കുള്ളിൽ വെച്ച് നമ്മൾ പ്രിപ്പയർഡ് ആവുകയാണ്. എന്തിന്? പോയി പ്രസംഗിക്കാനായിട്ട്. അപ്പൊ വചനം പ്രസംഗിക്കുന്നത് എവിടെയൊക്കെയാണ്? വചനം പ്രസംഗിക്കുന്നത് സഭയ്ക്കുള്ളിൽ പ്രസംഗിക്കണം. അതിനുവേണ്ടിയാണ് ഈവൻ യേശുവിന്റെ മേലുള്ള അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ പോലും പറയുന്നത് എന്താണ്? നീ പ്രസംഗിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള ദരിദ്രരോട് സുവിശേഷം ഘോഷിക്കുവാൻ, അറിയിക്കുവാൻ വേണ്ടി കർത്താവിന്റെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അതാണ് കർത്താവിന്റെ ആ അഭിഷേകത്തിന്റെ തന്നെ അടിസ്ഥാനം, അല്ലെങ്കിൽ അഭിഷേകം തന്നെ, കർത്താവിന്റെ മേൽ ദൈവം അയച്ചിരിക്കുന്ന അഭിഷേകം തന്നെ എന്തിനു വേണ്ടിയാണ്?
പ്രസംഗിക്കാൻ, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പോള് തിമോത്തിയിൽ പറയാണ്, അതേപോലെ തന്നെ നീയും യു ഓൾസോ നീഡ് ടു ബി എ പ്രീച്ചർ, പ്രീച്ച് ദ വേർഡ്. പ്രീച്ച് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഹെറാൾഡ് എന്ന അർത്ഥത്തിലാണ്, കാഹളം. ഈ കാഹളം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു കാഹളത്തിലൂടെ ഊതുകയാണെങ്കിൽ, ഞാൻ സംസാരിക്കുകയാണെങ്കിൽ, കാഹളത്തിലൂടെ സംസാരിക്കുകയാണെങ്കിൽ എന്റെ ശബ്ദം മാത്രമേ ഇതിനകത്തുള്ള പുറത്ത് വരത്തുള്ളൂ. കാഹളത്തിന് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ടൊന്നും ചെയ്യാനില്ല. ഞാനിപ്പോ ഈ സംസാരിക്കുമ്പോഴത്തേക്ക് ഈ ബോക്സിനകത്തൂടെ, സ്പീക്കർ ബോക്സിനകത്തൂടെ നിങ്ങൾ കേൾക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതല്ലാതെ ഇതിനിടയ്ക്ക് ഇതൊന്നും മാറ്റിമറിക്കുന്നില്ല. എന്റെ വാക്കുകളൊക്കെ അതേപോലെ തന്നെ അതിലൂടെ വരികയാണ്. ഇടയ്ക്ക് യാതൊരു ചേഞ്ചും ഇല്ലാതെ. ഹെറാൾഡ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംസാരിക്കുന്ന ദൈവമാണ്, ആ ദൈവം പ്രീച്ച് ദ വേർഡ് എന്ന് പറയുമ്പോൾ ആ വചനത്തിന് കോട്ടിമാട്ടങ്ങളൊന്നുമില്ലാതെ, അതിനെ മിനുക്കിയെടുക്കാതെയും വേറൊരു രീതിയിലും അതിനൊരു ചേഞ്ച് ഉണ്ടാക്കാതെ, അതിനെ ടാമ്പർ ചെയ്യാതെ അതേപോലെ തന്നെ വേണം വചനം പ്രസംഗിക്കാൻ. പലപ്പോഴും ആളുകളുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വളച്ചൊടിച്ച് അവർ പ്രസംഗിക്കും. വളച്ചൊടിച്ച് പ്രസംഗിക്കുന്നത് അല്ല ഇവിടെ വചനം പ്രസംഗിക്കുക എന്ന് പറയുന്നത്. വചനം പ്രസംഗിക്കുക എന്ന് പറയുന്നത് പറഞ്ഞിരിക്കുന്നത്, യു ബി എ ഹെറാൾഡ്. നിനക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പണ്ട് രാജാക്കന്മാര് അവരുടെ ഉത്തരവുകൾ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ഹെറാൾഡ്സ് ഉണ്ടായിരുന്നു. അവരെന്താണ്, അത് ദൂതുവാഹികൾ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം രാജാവ് പറയുന്ന വാക്കിന് മാറ്റം വരുത്താൻ അവർക്ക് പറ്റില്ല. രാജാവ് പറയുന്ന വാക്കുകൾ, രാജാവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അവർ സംസാരിക്കുന്നത്. അത്രേ ഉള്ളൂ. രാജാവ് എന്തോ പറയുന്നു അത് തന്നെ എന്ത് ചെയ്യാണ്, അവരെ ഏറ്റുപറയുകയാണ്. ഇതേപോലെ തന്നെ യഹോവ സംസാരിക്കുന്ന വാക്കുകൾ അതേപോലെ തന്നെ നമുക്ക് പറയണം. അല്ലാതെ നമുക്കിഷ്ടമുള്ളതുപോലെ മാറ്റാനോ മറിക്കാനോ വേറെ വ്യാഖ്യാനങ്ങൾ കൊടുത്ത് അങ്ങനെ ആയിരിക്കാം എന്നൊക്കെ പറയാനല്ല. ഇവിടെ പറയുന്നത് പ്രീച്ച് ദ ട്രൂ വേർഡ് ആസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ ബൈബിൾ. വചനം എങ്ങനെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നോ അത് തന്നെ നീ അങ്ങ് പറഞ്ഞാൽ മതി. നിന്റെ ഇന്റർപ്രിട്ടേഷൻസോ അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്ക് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തന്നെ ടാമ്പർ ചെയ്ത് പറയുമ്പോൾ അത് ഹെറാൾഡ് ആകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ല, അതിന് നമ്മൾ വേറൊരു വ്യാഖ്യാനം കൊടുക്കുന്നില്ല. അത് അത്രയും ശരിയല്ല. ഇവരോട് പറയുമ്പോഴത്തേക്ക് ഇച്ചിലൂടെ വേറൊരു രീതി പറഞ്ഞാലേ അത് ശരിയാകത്തുള്ളൂ, അത് ഞാൻ ഒന്നുകൂടൊന്നും മോഡിഫൈ ചെയ്യാമെന്നൊന്നും പറയുന്നില്ല. ഈസ് എക്സാക്ട്ലി പ്രീച്ചിങ് ദ വേർഡ്. അതിന്റെ അർത്ഥം ഇന്റർപ്രിട്ടേഷൻ ഒരാളോട് അതിന്റെ അർത്ഥം എന്നാന്ന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പറയരുതെന്നല്ല അതിന്റെ അർത്ഥം ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ടാമ്പർ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ ചിന്തകളും എന്റെ ഫിലോസഫിയും ഒന്നും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റില്ല. പൗലോസ് തിമോത്തിയോട് പറയുന്നത് അതാണ്, പ്രീച്ച് ദ വേർഡ് ലൈക്ക് എ ഹെറാൾഡ്. ഒരു ചേഞ്ചും ഇല്ലാതെ നേരെ പ്രസംഗിച്ചു, ഒരു വേർഡ് പോലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്നിനും ഒരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് കഴിയില്ല. അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. ഈ പലപ്പോഴും ആളുകൾക്ക് ഓഡിയൻസിനെ വെച്ചോണ്ട് വ്യത്യാസം ഉണ്ടാക്കുന്ന, ഓഡിയൻസിനെ അനുസരിച്ച് ഒരു പേടിയൊക്കെ ചിലപ്പം. ഒരു യങ് പ്രീച്ചർ പാസ്റ്ററാ, പുള്ളിയുടെ ഫാദറും ഒരു പാസ്റ്ററാ. അപ്പം ഒരു സിറ്റി ചർച്ചിൽ ഈ പാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ ഒരു ദിവസം അപ്പന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പപ്പ എനിക്ക് ഭയങ്കര പേടിയാണ് അവിടെ പ്രസംഗിക്കാൻ. അതെന്താടാ? അവിടെ പറഞ്ഞു, അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം, ഒരാള് കെമിസ്ട്രിയുടെ പ്രൊഫസർ, ഒരാള് ഹിസ്റ്ററിയുടെ പ്രൊഫസർ, ഒരാള് ഇംഗ്ലീഷിന്റെ പ്രൊഫസർ. അപ്പം ലോകത്തിലെ ഏതെങ്കിലും ഹിസ്റ്ററി പറഞ്ഞാൽ ഉടനെ മറ്റേ ഹിസ്റ്ററിയുടെ പ്രൊഫസർ പറയും പാസ്റ്റർ അങ്ങനെയല്ല എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഫിലോസഫി പറഞ്ഞാൽ ഉടനെ തന്നെ ഫിലോസഫിയുടെ പ്രൊഫസറോടുണ്ട്, പുള്ളി അതിനെ മാറ്റിമറിക്കും. അങ്ങനെ ഞാൻ ഫിലോസഫി പ്രസംഗിച്ചാലും ഹിസ്റ്ററി പ്രസംഗിച്ചാലും സയൻസ് പ്രസംഗിച്ചാലും എന്ത് പ്രസംഗിച്ചാലും അതിനെല്ലാം ചോദ്യം ചെയ്യാന് ആളുണ്ട്. ഉടനെ അപ്പൻ പാസ്റ്റർ പറഞ്ഞു, അത് നീ ഇതൊന്നും പ്രസംഗിക്കണ്ട, പ്രീച്ച് ദ വേർഡ്. അന്നേരം പിന്നെ ഇവർക്കൊന്നും പറയാനില്ലല്ലോ. ഇവിടെ വചനം അങ്ങ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് വചനം പ്രസംഗിക്കാനായിട്ടുള്ള ഒരു ഒരു പ്രാധാന്യം, ആ ഒരു ബോധ്യം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. വചനം പ്രസംഗിക്കുക. മറ്റു പല കാര്യങ്ങളും ഇന്നത്തെ ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ പല ആളുകളും ഒരു സുവിശേഷം പ്രസംഗിക്കുകയാണ് എന്ന് പറഞ്ഞാലും അതിന് സയൻസ് എടുത്തുകൊണ്ട് വരുന്നു, ഹിസ്റ്ററി എടുത്തുകൊണ്ട് വരുന്നു,
ഇവിടുത്തെ ഇൻഫർമേഷൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ 666 ഇതിലേ വരുന്നു, ചുവന്ന പശു എതിലേ വരുന്നു, എന്തെല്ലാം കാര്യങ്ങളാണോ, മഴ എങ്ങനെ ഉണ്ടാകുന്നത്, ഇതൊക്കെ പ്രസംഗിക്കുന്നതിന് പകരം ദൈവവചനം പ്രസംഗിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞാൽ അതിനെല്ലാം എതിർക്കാൻ ആളുണ്ട്, ഇല്ലേ? ചുവന്ന പശുവിനെ പറഞ്ഞാലും വെള്ള പശുവിനെ പറഞ്ഞാലും മുദ്രയുടെ കാര്യം പറഞ്ഞാലും കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞാലും ഒക്കെ അതിനെ എതിർക്കാൻ ആളുണ്ട്. പക്ഷെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആർക്കും എതിർക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഫിലോസഫൈസ് ചെയ്യുകയോ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നല്ല അതിനകത്തെ അർത്ഥം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രീച്ച് ദ വേർഡ്, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. അല്ലാതെ നമ്മൾ കുറച്ച് ഊഹാപോഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ടാക്കി പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. ഊഹാപോഹങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി പറയുന്ന അത് ശരിയാകത്തില്ല. ഇന്നത്തെ പല പ്രസംഗങ്ങളുടെയും പ്രശ്നം എന്നറിയാമോ? ഇമാജിനേഷൻസാ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ മല്ലന്മാരുണ്ടായിരുന്നു. അവർക്ക് എത്ര അടി നീളം ഉണ്ടായിരുന്നു, അവര് എത്ര അടി നീളമുണ്ടെന്ന് അവിടെ എഴുതിയിട്ടില്ല. പിന്നെ ഞാനെന്തിനാ പറയുന്നത്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത കാര്യം ഇമാജിനേഷൻ, എന്റെ മനസ്സിലെ ചിന്തകളെല്ലാം കൂടെ പറഞ്ഞ് ഞാൻ പ്രസംഗിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ? ഇത് നിങ്ങൾ ടിവിയിലൊക്കെ നോക്കിക്കോ, ഇത് മുഴുവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാം പറയുന്നത്, മുഴുവൻ കാര്യങ്ങളും. അതുകൊണ്ട് എന്താ, ആരും വചനം കേൾക്കുന്നില്ല, പകരം ഇവരുടെ ഈ വ്യർത്ഥമായ നോളജ്. ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അങ്ങനെ പ്രസംഗിച്ചു, സയൻസ് വെച്ച എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങേർക്ക് ബൈബിളും അറിയത്തില്ല, സയൻസും അറിയത്തില്ല. പക്ഷേ പ്രസംഗം മുഴുവൻ ബൈബിളും സയൻസും കൂടെ വെച്ചുകൊണ്ടാ പറയുന്ന. സയൻസോ ഒരു മനുഷ്യന് പോലും ബോധ്യമാകാത്ത സയൻസാണ് ഇദ്ദേഹം പറയുന്നത്. ചുമ്മാ മനസ്സിലെ ഇമാജിനേഷൻസാ പറയുന്നതെല്ലാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ ഗൂഗിളിൽ നോക്കി, എന്തുവാ, ഞാൻ വെബ്സൈറ്റിൽ നോക്കി, മറ്റേ നോക്കി, മറിച്ച് നോക്കി. എന്തിനാ ഇതൊക്കെ നോക്കാൻ പോകുന്നത്? അതുകൊണ്ട് പറഞ്ഞു, ദൈവ വചനം പ്രസംഗിക്ക്. ദാറ്റ് ഈസ് വാട്ട് ഈസ് നീഡഡ്. വചനമാണ് ആവശ്യം. ഗൂഗിൾ സെർച്ചിൽ കിട്ടുന്ന കാര്യങ്ങളെല്ലാം കൂടെ പറയാനല്ല ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ഇൻഫർമേഷൻ എല്ലാം കൂടെ കണക്ക് കൂട്ടി അങ്ങനെ കാര്യങ്ങൾ പറയാനല്ല ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്. വാട്ട് ഈസ് നീഡഡ് ഈസ് എന്താണ്? ദൈവത്തിന്റെ വചനം. പോൾ തിമോത്തിയോട് പറയുന്ന കാര്യം അതാണ്, പ്രീച്ച് ദ വേർഡ് ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. അത് സീസണിലും വേണം, ഫേവറബിൾ കണ്ടീഷൻ നോക്കിയിട്ടൊന്നുമല്ല പ്രസംഗിക്കേണ്ടത്. പ്രസംഗിക്കുന്ന സമയത്ത് നമുക്ക് ആ ദൈവത്തിന്റെ വചനം ഞാൻ പ്രാപിച്ചു എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് എവിടെ ഞാൻ പ്രസംഗിക്കും. ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങും. ഞാൻ ആളുകൾക്ക് വേണ്ടിയല്ല പ്രസംഗിക്കുന്നത്, ഞാൻ പ്രാപിച്ചതാണ് പ്രസംഗിക്കേണ്ടത്. അതാണ് ഹെറാൾഡ് എന്ന് പറയുന്നത്. ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് വേണം പ്രസംഗിക്കാൻ. ഞാൻ ഗൂഗിളിൽ നിന്ന് പ്രാപിച്ചതല്ല പ്രസംഗിക്കേണ്ടത്, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതാണ് ഞാൻ പ്രസംഗിക്കേണ്ടത്. ഗൂഗിൾ നോക്കരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷെ അത് ദൈവവചനത്തെ കോട്ടിമാട്ടാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ വ്യാഖ്യാനിക്കാനുമായിട്ട് ഗൂഗിളിനകത്തും തപ്പി അതും ഇതും ഇല്ലാത്തതെല്ലാം കൂടെ കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ പുറകെ പോയി ആധികാരികമായിട്ട് ബൈബിളിനെ ഇതിന്റെ കൂടെ കൂട്ടിക്കലർത്തരുത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു, നിങ്ങൾ ഗൂഗിളും കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്തു, പക്ഷെ വേദപുസ്തകത്തെ കൂട്ടിമാട്ടാൻ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കരുത് എന്നുള്ളതേ ഉള്ളൂ എനിക്കൊരു അപേക്ഷ. പോൾ തിമോത്തിയോസ് പറയുന്നത്, നീ വചനം പ്രസംഗിക്കുക, വേറെ ഒന്നുമില്ല. അത് ഫേവറബിൾ സിറ്റുവേഷൻ ആണെങ്കിലും അൺഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും, എല്ലാം നന്നായി ഇരുന്നാൽ എന്ന് പറയണ്ട, എല്ലാം നന്നായി ഇരുന്നില്ലെങ്കിലും എല്ലാവരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പ്രസംഗിക്കണം. നമ്മളെല്ലാ ഫേവറബിൾ സിറ്റുവേഷനും ഒരുമിച്ച് വരികയാണെങ്കിൽ മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ക്രൂസൈഡും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാ ഫേവറബിൾ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രസംഗിക്കുന്നത്. പണ്ടൊന്നും അങ്ങനെ അല്ലായിരുന്നല്ലോ. അല്ല, ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ, ഞാൻ 40 വർഷം മുമ്പത്തെ കാര്യമാണ്, 40 വർഷം മുമ്പ് ഞാൻ വിശ്വാസത്തിലേക്ക് വന്ന സമയത്ത് സുവിശേഷം അറിയിക്കാൻ വേണ്ടി പുറത്ത് പോയി കഴിഞ്ഞാൽ 10 പേരെ ഒരുമിച്ച് കണ്ടാൽ ഉടനെ ഒരു പരസ്യമോ, 10 പേരെ ഒരുമിച്ച് കണ്ടാൽ അന്നേരം മൈക്ക് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇതൊന്നും ഒരു വിഷയമല്ല. സൗണ്ട് സിസ്റ്റം ഇല്ല എന്ന് പറഞ്ഞുള്ളത് ഞങ്ങൾ മൈക്ക് പ്രസംഗിക്കാൻ എന്നിട്ടൊന്നുമില്ല, ഉച്ചത്തെ വിളിച്ചു പറയും. ഫേവറബിൾ സിറ്റുവേഷനിലും അൺഫേവറബിൾ സിറ്റുവേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്നവരായിരിക്കണം? സുവിശേഷം പ്രസംഗിക്കുന്നവരായിരിക്കണം. ഇൻ സീസൺ ആൻഡ് ഔട്ട് ഓഫ് സീസൺ. നല്ല സൗണ്ട് സിസ്റ്റവും കോർഡ്ലെസ് മൈക്കും മ്യൂസിക് ടീമും കൊയറും എല്ലാം ഉണ്ടെങ്കിലേ ഇതെല്ലാം നടക്കുമെന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ 13-ാമത്തെ വാക്യം മുതൽ, ശബ്ബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തുപോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു പുഴവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തേര പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. നോക്കുക,
അവിടെ അപ്പോസ്തലപ്രവൃത്തി നമ്മള് 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ ഒരു പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ പോളിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ഏത് പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ യഹൂദന്മാരുടെ ഒരു സിനഗോഗ് ഉണ്ടെങ്കിൽ അവിടെ പോയി പ്രസംഗിക്കുക എന്നുള്ളതായിരുന്നു. ഈ സിനഗോഗിൽ അന്ന് ഈ മെസ്സിഹായിക പ്രത്യാശ ഒത്തിരി വർദ്ധിച്ചിരിക്കുന്നതായ കാലഘട്ടമാണല്ലോ. അന്ന് എല്ലാവരും മെസ്സിഹയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഏത് സിനഗോഗിൽ ചെന്നാലും മശീഹയെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രസംഗിക്കാൻ അവസരം കൊടുക്കും. പക്ഷെ പറയുന്നതെല്ലാം ആരെ കുറിച്ചായിരിക്കും? യേശുവിനെ കുറിച്ചായിരിക്കും. ഇതാണ് പൗലോസിന്റെ സ്റ്റൈല്. ഫിലിപ്പിയ പട്ടണമാണ് പൗലോസ് ആദ്യമായിട്ട് യൂറോപ്പിൽ കാലുകുത്തുന്നത്. ഈ ഫിലിപ്പിയ പട്ടണത്തിലാണ്. അപ്പം യൂറോപ്പിലെ ഒന്നാമത്തെ അല്ലെങ്കിൽ പൗലോസ് സന്ദർശിക്കുന്ന ഒന്നാമത്തെ പട്ടണമാണ് ഫിലിപ്പിയ. അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു പള്ളിയുമില്ല. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും യഹൂദന്മാരുടെ ഒരു ചെറിയ പള്ളിയെങ്കിലും ഉണ്ടായിരിക്കും. ഇവിടെ പള്ളിയൊന്നുമില്ല, എന്നാ പിന്നെ ഇത് ദൈവഹിതം ആയിരിക്കത്തില്ല എന്ന് പറഞ്ഞ് പൗൾ തിരിച്ചു പോയില്ല. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം മാംസമെടുത്തുലകിൽ ഭൂവാസികളൊത്തു വസിച്ചലിവിൽ. വചനം മാംസമെടുത്തുലകിൽ ഭൂവാസികളൊത്തു വസിച്ചലിവിൽ. അവനെ കൈക്കൊണ്ടവരെല്ലാരും ദൈവിക സുതരായി തീർന്നു. അവനെ കൈക്കൊണ്ടവരെല്ലാരും ദൈവിക സുതരായി തീർന്നു. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം.